നമസ്കാരം. പ്രതിദിനം അനുനിമിഷം മണിക്കൂറുകൾ കൊണ്ട് വില കയറുന്ന ഏക വസ്തു സ്വർണമാണ്. മലയാളി മങ്കയുടെ കല്യാണത്തിൻ്റെ വേളകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് 101 കൊടുത്തോ, 51 കൊടുത്തോ, 31 കൊടുത്തോ, എത്ര കൊടുത്തു എന്നാണ്. പെൺകുട്ടിയുടെ തലമുടി മുതൽ കാൽനഖം വരെയുള്ള പ്രദേശങ്ങളിൽ എല്ലാ ശരീരഭാഗങ്ങളിലും ഉരുപ്പടികളുടെയും സ്വർണത്തിൻ്റെയും പ്രളയമാണ് പല കല്യാണങ്ങളും. എത്ര വളയിടുന്നു നമുക്കറിയില്ല, എത്ര മാലയുണ്ടെന്നറിയില്ല. ഇടുപ്പിൽ കെട്ടിയിരിക്കുന്ന മാലയുണ്ട്, അതിനൊക്കെ പേരുണ്ട്, എനിക്കതൊന്നും അറിയില്ല. അതുപോലെ കാലിൽ ഇടുന്ന സംവിധാനങ്ങളുണ്ട്, തളയുണ്ട്, തളയല്ല കൊലുസുണ്ട്, പിന്നെ മിഞ്ചിയുണ്ട്, നെറ്റിയിൽ വയ്ക്കുന്ന ചുട്ടിയുണ്ട് സ്വർണത്തിൽ. ഇങ്ങനെ സ്വർണം കൊണ്ട് പുളിശ്ശേരി എന്ന് പറയാറുണ്ട്, പണ്ട് പറയാറുണ്ട് സ്വർണം കൊണ്ട് പുളിശ്ശേരി നടത്തിയെന്ന്. അങ്ങനെയാണ് പെൺകുട്ടികളെ ഒരുക്കി വിടുന്നത് കാശുള്ളവർ. അതൊരു വശത്ത് നിൽക്കുന്ന ഒരു സാമൂഹ്യ വിഷയം. സാധാരണ ആളുകൾ ഒരു തരി പൊന്ന് വാങ്ങി തൻ്റെ മകൾക്കൊരു കമ്മലുണ്ടാക്കി കൊടുക്കാൻ, ഒരു മോതിരമുണ്ടാക്കി കൊടുക്കാൻ, ഒരു മാലയുണ്ടാക്കി കൊടുക്കാൻ, കുഞ്ഞിൻ്റെ കുഞ്ഞൂണിനും നൂലുകെട്ടിനും ഒരു ചെറിയ വള വാങ്ങിക്കൊടുക്കാൻ, ഒരു മോതിരം, കുഞ്ഞു മോതിരം വാങ്ങിക്കൊടുക്കാൻ ഒക്കെ ആലോചിച്ചാൽ അന്തം വിട്ടു പോകുന്ന വിലയാണ്. 78,000 രൂപ സ്വർണത്തിന് തന്നെ വിലയുണ്ട്. പിന്നെ പലയിടത്തും പണിക്കൂലി സൗജന്യം അപ്പടി ഇപ്പടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും അതും കൂടി വരുമ്പോൾ 85,000 രൂപയാകും. 8 ഗ്രാമാണ് ഒരു പവൻ. വളരെ കുറച്ചാണ്. ഒരു പവൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ 8 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കാണും? ആ 8 ഗ്രാമിൽ 1 ഗ്രാമിന് 10,625 രൂപയാണ്. 2 ഗ്രാമെങ്കിലും ഇല്ലാതെ ഒരു കുഞ്ഞിൻ്റെ മോതിരം 2 ഗ്രാമിൽ പറ്റില്ല. ചെറിയ കൈയായിരിക്കണം, എങ്കിലേ 2 ഗ്രാം, 3 ഗ്രാമെങ്കിലും വേണം. 3 ഗ്രാം എന്ന് പറഞ്ഞാൽ 30,000 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിൻ്റെ നൂലുകെട്ടിന്, ബന്ധുവിന് എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ കഴിയൂ. സ്വർണം വാങ്ങണമെങ്കിൽ വളരെ വലിയ തോതിലാണ് സ്വർണം ഇങ്ങനെ വില കൂടുന്നത്. എന്തുകൊണ്ട് കേന്ദ്ര കേരള സർക്കാരുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ഇങ്ങനെ വില കൂടിയത് കൊണ്ട് അതിൻ്റെ ഗുണം സർക്കാരിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ടാക്സിൻ്റെ ഇനത്തിൽ കിട്ടുന്നുമില്ല എന്നുള്ളതാണ് സത്യം. കാരണം പലപ്പോഴും സ്വർണം വാങ്ങുന്നവർ കൊടുക്കുന്ന ബില്ല്, വാങ്ങുന്നവർക്ക് കടക്കാർ കൊടുക്കുന്ന ബില്ല് വെള്ള പേപ്പറിൽ എഴുതിയാണ് കൊടുക്കാറ്, അല്ലാതെ GST ബില്ലൊന്നും കൊടുക്കാറില്ല. ഇനി അഥവാ GST അടച്ചാണ് എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും GST ബില്ല് കൊടുക്കാറില്ല. കൃത്യമായി സീല് വച്ച ലെറ്റർ പേഡ് പോലത്തെ ബില്ലുകളൊന്നും ആർക്കും കൊടുക്കാറില്ല. വെള്ള പേപ്പറിൽ എഴുതി കൂട്ടി കൊടുക്കും. ആളുകൾക്കും അത് മതി എന്നുള്ളതാണ് സത്യം. എന്തായാലും സ്വർണം വലിയൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ സ്വർണം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യം തീരുന്നതല്ല. സ്വർണത്തിൻ്റെ വില നിയന്ത്രണത്തിന് വേണ്ടി, പെട്രോൾ പോലുള്ള കാര്യങ്ങളുടെ വില നിയന്ത്രണത്തിന് വേണ്ടിയിട്ടൊക്കെ സർക്കാർ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ സ്വർണത്തിൻ്റെ വില നിയന്ത്രണത്തിന് വേണ്ടി എന്താണ് ചെയ്യാനുണ്ടാവുക? കാരണം സ്വർണം ഒരു സ്വപ്ന വസ്തു കൂടിയാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം, അമ്മമാരെ സംബന്ധിച്ച്, അച്ഛന്മാർക്ക് അത്ര വലിയ പ്രശ്നം വരുന്നത്, എന്നാൽ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് കല്യാണത്തിന് ചെറിയ സ്വർണം കൊടുക്കണം. അതുപോലെ വീട്ടിൽ ഈ ചടങ്ങ് നടക്കുമ്പോൾ, നൂല് കെട്ടുമ്പോൾ, ബർത്ത്ഡേ വരുമ്പോൾ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് സ്വർണം ഒരു അനിവാര്യതയാണ് ഇവിടെ ഇപ്പോൾ. അതുകൊണ്ട് എന്നാൽ അതിൻ്റെ വില നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന പോലെ അസ്ത്ര വേഗത്തിൽ, റോക്കറ്റ് വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പിടിച്ചു കിട്ടാനുള്ള എന്ത് മാർഗമാണ് വേണ്ടതെന്ന് ആലോചിക്കുക. ഇതാർക്ക് വേണ്ടി? സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. വലിയവൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, 100 പവനും അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു താരിഫ് എന്തെങ്കിലും ഏർപ്പെടുത്താൻ പറ്റുമോ? 1 പവൻ 2 പവൻ ഒക്കെ വാങ്ങുന്ന ആളുകളും 10 പവൻ 100 പവൻ വാങ്ങുന്ന ആളുകൾക്ക് മറ്റ് വ്യത്യാസം വരുത്തിക്കൊണ്ടൊരു താരിഫ് ഇതിനകത്ത് ഏർപ്പെടുത്താൻ പറ്റുമോ? അഡീഷണൽ ഇൻസെൻറ്റീവ് ഏർപ്പെടുത്തി അത് സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇതിനെ സംബന്ധിച്ച് ഗഹനമായ പഠനം നടക്കണം. നല്ലൊരു കമ്മീഷനെ വയ്ക്കണം എന്നാണ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്. സുഭാഷിതം ചാനൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഗ്ലോബൽ മലയാളി ന്യൂസ് എന്നൊരു ചാനലുമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ചാനലുകൾ മുന്നോട്ട് വെക്കുന്ന ആശയം, ഇതിനെ സംബന്ധിച്ചൊരു കമ്മീഷൻ വെച്ച് പഠിച്ച് സ്വർണത്തിൻ്റെ വിലയെ പിടിച്ചു കെട്ടാൻ, അതിങ്ങനെ വല്ലാതെ കുതിച്ചു വരുമ്പോൾ എല്ലാവർക്കും ആക്സസിബിലിറ്റി ഇല്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. സ്വർണത്തിന് ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ വളരെ കുറഞ്ഞ സ്വർണം, വളരെ കുറച്ചൊരു മാല, ഒരു കമ്മൽ, അല്ലെങ്കിൽ ഒരു പൊട്ട്, അല്ലെങ്കിൽ ഒരു വള, എന്തെങ്കിലുമൊക്കെ ഇടണം എന്ന് ആഗ്രഹിക്കുന്നത് മനുഷ്യജീവിതത്തിൽ അത്യാവശ്യമല്ലേ? അത് മനുഷ്യജീവിതത്തിൽ പലരും ആഗ്രഹിച്ച് പോവില്ലേ? അതൊക്കെ നമുക്ക് അങ്ങനെ സ്വർണത്തിനോടൊരു ഹേറ്റ്നെസ് കൊണ്ടുവന്ന് സ്വർണത്തെ വെറുക്കുക എന്ന് പറയുന്നതൊക്കെ ശരിയാണോ? അതും ശരിയല്ല. അങ്ങനെ വെറുക്കുന്നവർ വെറുത്തോട്ടെ, ആവശ്യമില്ലാത്തവർ ഉപയോഗിക്കാതിരിക്കട്ടെ. ആ ക്യാമ്പയിൻ തന്നെ നമുക്ക് നടത്താം. അപ്പോഴും ഉപയോഗിക്കണം എന്നുള്ളവർക്ക് എന്ത് കൺസെഷനാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്ന് സമൂഹം ഗൗരവമായി വിലയിരുത്തുക. ആ ചർച്ച ലീഡ് ചെയ്യേണ്ടത് സർക്കാർ തന്നെയാണ്.
അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അത്തരം ചർച്ചകൾ ലീഡ് ചെയ്യട്ടെ.